OTT സിനിമാ പ്രേമികൾക്ക് ഇതാ സന്തോഷ വാർത്ത എത്തിയിരിക്കുകയാണ്. ടൊവിനോ തോമസിന്റെ ഈ ഒരു വർഷത്തെ ഈസ്റ്റർ വിഷു റിലീസായിട്ട് തിയേറ്ററിലോട്ടെത്തിയ ഏറ്റവും പുതിയ മലയാള ചിത്രമായിട്ടുള്ള പള്ളിച്ചട്ടമ്പി എന്ന് പറയുന്ന സിനിമയുടെ OTT റിലീസ് തീയതി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പങ്കുവെക്കാൻ പോകുന്ന ചിത്രത്തിന്റെ OTT റിലീസ് ഡേറ്റ് അപ്ഡേറ്റ്സ് ആണ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സിനിമാ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. ഡിജോ ജോസ് ആന്റണി സംവിധാനം ചെയ്ത് ടൊവിനോ തോമസ് കേന്ദ്ര കഥാപാത്രത്തിൽ എത്തിയ പള്ളിച്ചട്ടമ്പി എന്ന് പറയുന്ന സിനിമ വിഷു ദിനത്തിലായിരുന്നു തിയേറ്ററിലോട്ട് എത്തിയിട്ടുണ്ടായത്. ചിത്രം ബോക്സ് ഓഫീസിൽ ഒരു പരാജയമായിട്ട് മാറുകയായിരുന്നു. ഇപ്പോഴത്തെ ചിത്രം തിയേറ്ററിലോട്ടെത്തി 3 മാസം പിന്നിടുമ്പോൾ ചിത്രം OTT വഴി സ്ട്രീമിംഗ് നടത്താൻ പോവുകയാണ്. 1957-58 കാലഘട്ടങ്ങളിലെ ഇടുക്കി ജില്ലയിലെ ഒരു മലയോര കാർഷിക ഗ്രാമത്തിൻ്റെ കഥയാണ് ചിത്രം പറയുന്നത്. വലിയ മുതൽ മുടക്കി വിശാലമായിട്ടുള്ള ക്യാൻവാസിൽ വലിയ താരനിരയെ ഒരുക്കിയ ചിത്രമായിരുന്നു പള്ളിച്ചട്ടമ്പി എന്ന് പറയുന്ന സിനിമ. എന്നാൽ ചിത്രത്തിന് തിയേറ്ററിൽ നിന്നും ആവറേജ് സമ്മിശ്ര അഭിപ്രായങ്ങൾ മാത്രം സ്വന്തമാക്കിയിട്ടുള്ളായിരുന്നു. മലയാളം ഉൾപ്പെടെ ചിത്രം 5ഓളം ഭാഷകളിലായിട്ട് പാനിന്ത്യ റിലീസായിട്ട് എത്തിയെങ്കിലും ചിത്രം ബോക്സ് ഓഫീസ് പരാജയമായിരുന്നു. കയാതു ലോഹർ നായികയായിട്ട് എത്തിയ ചിത്രത്തിൽ വിജയരാഘവൻ, ബാബുരാജ്, സുധീർ കരമന, തെലുങ്ക് നടൻ ശിവകുമാർ, കന്നഡ താരം അജയ്, ജോണി ആന്റണി, TJ രവി, ശ്രീത് രവി, പ്രശാന്ത് അലക്സാണ്ടർ തുടങ്ങി മലയാളത്തിലെയും തമിഴ് തെലുങ്കിനെയൊക്കെ പ്രമുഖർ അണിനിരന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ചിത്രം കാത്തിരിപ്പ് വിരാമിട്ടുണ്ട്. ഈ വരുന്ന ജൂലൈ മാസം 24-ാം തീയതി സോണി ലൈവ് വഴിയാണ് സ്ട്രീമിംഗ് നടത്താൻ പോകുന്നത്. നിരവധി ചിത്രങ്ങളാണ് സോണി ലൈവ് OTT റൈറ്റ്സ് സ്വന്തമാക്കിയിരിക്കുന്നത്. എന്തൊക്കെയാണ് നമുക്ക് കാത്തിരിക്കാം. പള്ളിച്ചട്ടമ്പി OTT-യിലെത്തുമ്പോൾ മികച്ച അഭിപ്രായങ്ങൾ സ്വന്തമാക്കുമെന്നൊക്കെ അറിയാൻ വേണ്ടി. അപ്പം നിങ്ങൾ ആരൊക്കെയാണ് പള്ളിച്ചട്ടമ്പി എന്ന് പറയുന്ന സിനിമയുടെ OTT റിലീസ് സ്ഥിതിക്കായിട്ട് കാത്തിരുന്നിട്ടുണ്ടായിരുന്നത് കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.